എന്റെ ബെഡ്റൂമിലിട്ടാണ്, നിങ്ങൾ കണ്ടില്ല, ഞാൻ ഒളിപ്പിച്ചേക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു ജിമ്മൊക്കെ സെറ്റ് ചെയ്യണ പ്ലാൻ ചെയ്താണ്. ഇവിടെ കുറച്ച് ഡംബൽസ് ഒക്കെ വെച്ചിട്ട് എവിടെ ചെന്നാലും ഞങ്ങൾ നിർബന്ധമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്, ഷിയാസിന്റെ ഫോട്ടോസ്. എന്റെ ബോഡി എന്റെ ഫിഗർ. ഈ വീട് എവിടെയാണെന്ന് തിരിച്ചറിയാതെ ഞങ്ങളിങ്ങനെ ഇത് തന്നെയാണോ ഷിയാസിന്റെ വീടെന്ന് നോക്കാനായിട്ട് വെറുതെ മുകളിലേക്ക് നോക്കിയത്. അല്ലല്ല, ഞാനവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക്. വെറുതെ മുകളിലേക്ക് നോക്കിയപ്പോ ഉറപ്പാണ് നിറച്ച് ഫോട്ടോ, എന്റെ ബോഡി എന്റെ ഫുൾ ഫിഗർ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ടില്ല പെരുമ്പാട്ട് ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതെ, അത് കാണാൻ സാധിച്ചില്ല, ഞാൻ ഉറങ്ങായിരുന്നു. വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ ഫോട്ടോ. സത്യം ഇതൊക്കെ ഇത് പഴയ വീട്ടിലുണ്ടായിരുന്ന സാധനം എടുത്തോണ്ട് വന്നതാണല്ലോ അല്ലേ? നമ്മൾ പഴമയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്, തീർച്ചയായിട്ടും ഒന്നും കളയാറില്ല. കാരണം ഇതൊക്കെ കൊച്ചു ട്രോഫികളടക്കം എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആക്ച്വലി ഞാൻ ഫുട്ബോളർ ആയിരുന്നു കേട്ടോ. ഞാൻ നാഷണലൊക്കെ കളിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഒക്കെ. അപ്പൊ ഇതൊക്കെ ഇനി അതിന്റെ ഏത് യൂണിവേഴ്സിറ്റി ചോദിക്കും, ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി. ഇത് അവിടെ നിന്നൊക്കെ കിട്ടിയ സാധനമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് കമന്റ് എഴുതാനുള്ള അവസരം കൊടുക്കണം. കാരണം എല്ലാ കമന്റിന്റെ മറുപടി ഷിയാസ് തന്നെ പറഞ്ഞു കളയായിരുന്നു. കുറച്ചൊക്കെ മറുപടി അവർ എഴുതട്ടെ. അപ്പോ അങ്ങനെ പറഞ്ഞാല് ഇതൊക്കെ എന്റെ ലൈഫിൽ ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നാണ്. ഓരോ സ്റ്റെപ്പാണ് ഇതൊക്കെ. അത് എന്തെങ്കിലുമൊക്കെ നമ്മള് എവിടെയും ചെല്ലുമ്പോൾ കിട്ടുന്ന ഓരോ സാധനങ്ങളും ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിപ്പോ എന്താണെങ്കിലും അതൊക്കെയാണ്, ഇതൊക്കെ കാണുന്നതൊക്കെയാണ് ദൈവത്തിന്റെ ഭാഗ്യം. എല്ലാം അടിപൊളിയായിട്ടിരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടാണോ അതിനുശേഷമാണ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഭയങ്കരമായിട്ട് വെയിലുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ചിലപ്പോ ഒരു ചെറുതായിട്ട് ജിമ്മൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടേക്ക് മഴ ഇങ്ങനെ അടിക്കാറുണ്ടോ? ഊത്തലടിക്കും, അങ്ങനെ ഭീകരമായിട്ട് അടിച്ച് കയറാറില്ല. ഇല്ല, കുഴപ്പമില്ല. കാര്യം അത്ര ഇത് ഇങ്ങനെ വരില്ല. കാര്യം നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ചെയ്ത് ചെയ്തേക്കണം. ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മള് ഇത്രയും പുതിയൊരു വീട് 4 ദിവസമായിട്ടില്ല, മൊത്തം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് പോലും ചെയ്തിട്ടില്ല. അതിനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ നമ്മളെ സ്വീകരിച്ച ഷിയാസിന്റെ ഒരു കുതിരപ്പവൻ. അതേ ഡയലോഗ് ഇതൊരു ചെറിയ ഇതും ഇങ്ങനെയൊക്കെ തന്നെ ഒരു ചെറിയ പരിപാടിയൊക്കെയാണ് നമ്മുടെ. പുതിയ വേറെ ബാൽക്കണി ഉണ്ടോ? ഇത് ബാൽക്കണി മാത്രമല്ല, ഇതെന്റെ കാർ പാർക്കിംഗ് ഏരിയ. ഞാൻ കാറ് പാർക്ക് ചെയ്യുന്നത്, ഇതെന്റെ സ്ഥലമാണ്. ഞാൻ ഇവിടെ പാർക്ക് ചെയ്യുന്ന കാറ്. ഇത് മൊത്തം എത്ര സെന്റ് ഉണ്ട്? 10 സെന്റ്. ഇത് ഞാൻ കാറ് പാർക്ക് ചെയ്യുന്ന അവിടെയാണ്. ഞാൻ നിങ്ങളോട് കയറി വന്നപ്പോ പറഞ്ഞായിരുന്നു, ഇല്ല പുറകെ കിടക്കുന്ന സ്ഥലം ഷിയാസിന്റെ അല്ല, അത് ഉടൻ വാങ്ങാൻ ഉദ്ദേശമുണ്ട് കേട്ടോ. പ്ലാൻ ഉണ്ട്, പക്ഷെ തരില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണിത്. അത് ഞാൻ ബോറടിക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അത് ശരി, കാര്യം നമുക്ക് ആകാശമായിട്ട് അടുത്തിരിക്കാൻ പറ്റും. അത് കാണാനാണ് ടൗൺ, ആ ടൗൺ പള്ളി. അത് ഇതുണ്ടോ? ഈവനിങ് ടൈമിലൂടെ എനിക്ക് അടിപൊളിയാ. അപ്പൊ നമ്മള് ഒരുമാതിരിപ്പെട്ട ഈ വീട്ടിലെ എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കണ്ടിട്ടില്ല. ഞം ഞം ഏരിയ. കറക്റ്റ്. പറഞ്ഞ ആ ഏരിയ അവസാനം